ഇന്നലെ സഞ്ജു സാംസണെ ഇന്ത്യൻ T20 ടീമിന്റെ ക്യാപ്റ്റൻ ആക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോ ഇന്ന് രാവിലെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഏറെക്കുറെ ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസി ശരിവെച്ചിരിക്കുകയാണ്. തിലക് വർമ്മ ആയിരിക്കും വൈസ് ക്യാപ്റ്റൻ. നമ്മൾ മലയാളികൾ കുറെ മനക്കോട്ട കെട്ടിയത് വേസ്റ്റായി. മലയാളികൾ മാത്രമല്ല കേട്ടോ, ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ സഞ്ജു സാംസൺ ക്യാപ്റ്റൻ ആവണം എന്നുള്ള ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാണ്. എന്തിനധികം പറയുന്നത്, സച്ചിൻ ടെണ്ടുൽക്കർ വരെ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഗൗതം ഗംഭീർ അതിഭീകരമായ സപ്പോർട്ടാണ് സഞ്ജുവിന് കൊടുത്തിട്ടുള്ളത്. എന്ത് തന്നെയായാലും വരാൻ പോകുന്ന T20 ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ 100% അർഹനാണ്. അല്ലാന്ന് നമ്മൾ പറയുന്നില്ല, 100% അദ്ദേഹം അർഹനാണ്. ആരെക്കാട്ടിലും മീതെ തന്നെ പറയാം. പക്ഷെ അപ്പോഴും നമ്മളെ വലയ്ക്കുന്നൊരു ചോദ്യമുണ്ട്, വൈസ് ക്യാപ്റ്റൻ. ആ വൈസ് ക്യാപ്റ്റൻ സ്ഥാനം സഞ്ജു അർഹിക്കുന്നതല്ലേ? എന്തുകൊണ്ട് തിലക് വർമ്മ? 100% സഞ്ജു അർഹിക്കുന്നതാണ്. ഇപ്പോഴല്ല, ഇതിന്റെ മുന്നേ പല വട്ടം ആ വൈസ് ക്യാപ്റ്റൻ സ്ഥാനം സഞ്ജു അർഹിക്കുന്നതാണ്. പക്ഷെ അത് ഇവർ കൊടുക്കൂല. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ സഞ്ജുവിനെ സ്ഥിരമായിട്ട് കളിപ്പിക്കേണ്ടി വരും. മാത്രമല്ല, ഭാവിയിൽ ഒരു ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഒരു പ്രൊമോഷനും അങ്ങനെയുള്ള സംഭവങ്ങൾ കൊടുക്കേണ്ടി വരും. അതൊരിക്കലും ഇവർ ചെയ്യില്ല. സഞ്ജു ഇനി ഇതിലും മേപ്പെട്ട അയാൾ ഇനി ഒന്നും കാണിക്കാനില്ല. കയ്യിന്ന് പോയൊരു വേൾഡ് കപ്പ് ഇന്ത്യക്ക് വേണ്ടി നേടിക്കൊടുത്തു. അപ്പോൾ നമുക്ക് മലയാളികൾക്ക് എന്തായാലും അഭിമാനിക്കാം. സഞ്ജു സാംസണ് വേണ്ടി സാക്ഷാൽ ക്രിക്കറ്റ് ദൈവം സച്ചിൻ ടെണ്ടുൽക്കർ വരെ വാദിച്ചു, ഗൗതം ഗംഭീർ വാദിച്ചു. ഇതൊക്കെ തന്നെ നമുക്ക് അഭിമാനിക്കാൻ ഏറെയാണ്. എന്ത് തന്നെ ആയാലും ഇനിയുള്ള വരുന്ന സീരീസുകളിലൊക്കെ സഞ്ജുവിന് അവസരം കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.